നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കൂട്ടബലാത്സംഗത്തിന് കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 9 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ കൃത്യമായ തെളിവുകൾ മുൻനിർത്തിയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദിലീപിനെതിരെ ചുമത്തിയത് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് മാറ്റി. സാധാരണ പകയിൽ നിന്നും ഉടലെടുത്ത കൃത്യമല്ല ഇതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 3 തവണയായി നടത്തിയ ഗൂഢാലോചനയിൽ കൃത്യം നടപ്പിലാക്കി. ആദ്യ ഗൂഢാലോചന 2013 മാർച്ച് 28-ന് അബാദ് പ്ലാസ ഹോട്ടലിലെ 410-ാം മുറിയിൽ വെച്ചായിരുന്നു. ഈ മുറിയിൽ ദിലീപിനൊപ്പം മുഖ്യപ്രതി സുനിൽകുമാർ ഒരുമിച്ച് താമസിച്ചു. രണ്ടാം ഗൂഢാലോചന ജോർജേട്ടൻ സ്പൂരം സിനിമയുടെ സെറ്റിൽ 2016 നവംബർ 13-ന് നടന്നു. മറ്റ് 2 സ്ഥലങ്ങളിലും ഗൂഢാലോചന നടന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 21-ന് രാത്രി 12 മണിക്ക് ദിലീപ് സ്വന്തം ഫോണിൽ നിന്നും ജയിലിൽ കഴിയുന്ന സുനിൽകുമാറിനെ വിളിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ദിലീപിനെതിരെ 120B അനുസരിച്ചുള്ള ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ 8 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് പുറമെ 376D വകുപ്പ് പ്രകാരമുള്ള കൂട്ടമാനഭംഗ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. 20 വർഷത്തിൽ കുറയാതെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. നടിക്കെതിരെ ആക്രമണം നടത്താൻ 1.5 കോടി രൂപയ്ക്ക് ദിലീപ് നേരിട്ട് കൊട്ടേഷൻ നൽകിയതിനുള്ള തെളിവുകൾ ഉൾപ്പെടെ 19 തെളിവുകളാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസിൽ 11-ാം പ്രതിയായ ദിലീപിനെ 2-ാം പ്രതിയാക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അങ്കമാലി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്ത ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് മാറ്റി. ദിലീപിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുക്കുന്നതിനുമായി അന്വേഷണ സംഘം അടുത്ത ദിവസം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയും അങ്കമാലി കോടതി നാളെ പരിഗണിക്കും. ഇതിനിടെ കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രസ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി എത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സമീപത്തെ കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കാവ്യയെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. KM ഉമേഷ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം കാവ്യമാധവനിലേക്കും. കാവ്യക്കെതിരെ പ്രധാന 4 തെളിവുകളുള്ളതായി സൂചന. കാവ്യയും അമ്മയെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ അന്വേഷണം നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യമാധവനിലേക്ക്. പൾസർ സുനി 9 തവണ കാവ്യയുടെ കാക്കനാട്ടെ ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിലെത്തിയതായി വിവരമുണ്ട്. കൃത്യം നടന്നതിന് ശേഷം പൾസർ സുനി ലക്ഷ്യയിലെത്തിയതും 2 ലക്ഷം രൂപ വാങ്ങിയതായും വിവരമുണ്ട്. അന്നേ ദിവസം പൾസർ സുനി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ലക്ഷ്യയുടെ എതിർവശത്തെ കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണിത്. 2 ലക്ഷം രൂപ അന്നേ ദിവസം ലക്ഷ്യയിൽ നിന്ന് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. കാവ്യയ്ക്ക് പൾസർ സുനിയുമായി 4 വർഷത്തെ പരിചയമുണ്ടെന്നാണ് വിവരം. കാവ്യയുടെ അമ്മയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പിടിച്ചെടുത്തതെന്നും വിവരമുണ്ട്. കേസിൽ കാവ്യയെയും അമ്മ ശ്യാമളയെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കാവ്യക്കെതിരെ സുപ്രധാനമായ 4 തെളിവുകളുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ കാവ്യയെ ചോദ്യം ചെയ്യുന്നത് നിർണായകമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും അങ്കമാലി കോടതിയിലേക്കും പിന്നീട് സബ് ജയിലിലേക്കും പോകുമ്പോൾ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ദിലീപിനെ കൂക്കി വിളിച്ച് പരിഹസിക്കുകയും സർക്കാരിനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുകയും ചെയ്ത പ്രതികരണങ്ങൾ കേൾക്കാമായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം രാത്രി മുഴുവൻ ആലുവ പോലീസ് ക്ലബ്ബിലായിരുന്നു ദിലീപ്. പോലീസ് നൽകിയ ആഹാരം കഴിച്ചില്ല. രാവിലെ 6:30 പോലീസ് ക്ലബ്ബിൽ നിന്ന് കനത്ത സുരക്ഷാ സന്നാഹത്തോടെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക്. 6:45 കോടതിയായി മാറിയ മജിസ്ട്രേറ്റിന്റെ വസതിക്കുള്ളിലേക്ക് ദിലീപ് പ്രവേശിച്ചു. അതേസമയം പുറത്ത് പ്രതിഷേധവും കൂക്കുവിളികളുമായി വലിയ ആൾക്കൂട്ടം. പോലീസ് കൃത്യമായ മുൻകരുതലുകളോടെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പ്രവർത്തിച്ചു. ദിലീപിനെ റിമാൻഡ് ചെയ്തുകൊണ്ട് 15 മിനിറ്റ് നീണ്ട കോടതി നടപടികൾ പൂർത്തിയായി. ദിലീപ് കനത്ത പോലീസ് കാവലിൽ വീണ്ടും വാഹനത്തിനുള്ളിലേക്ക്. അപ്പോഴും താൻ നിരപരാധിയാണെന്ന് ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു. വലിയ ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി പോലീസ് വാഹനം സിനിമ ക്ലൈമാക്സിന്റെ ത്രില്ലിലൂടെ ദേശീയപാതയിലൂടെ ആലുവ സബ് ജയിലിലേക്ക് കുതിച്ചു. പിന്നാലെ മാധ്യമപ്പടയും. 7:30 പോലീസ് വാഹനം ജയിൽ ഗേറ്റിന് മുന്നിൽ ബ്രേക്കിട്ടു. ദിലീപിനെ വാഹനത്തിൽ നിന്നിറക്കി ജയിലിലേക്ക് കയറ്റുമ്പോൾ ജനങ്ങൾ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന കൂക്കുവിളികളോടെയും പ്രതിഷേധം മുഴക്കി. ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പിണറായി സർക്കാരിനും അഭിവാദ്യങ്ങളും നേർന്നു. ജനപ്രിയ നായകൻ പൊടുന്നനെ ജനങ്ങൾക്ക് അപ്രിയനാകുന്ന കാഴ്ചയാണ് ആലുവ സബ് ജയിലിന് മുന്നിൽ നമുക്ക് കാണാനായത്. ക്യാമറാമാൻ സംജിത്ത് ആർപ്പൂക്കരയോടൊപ്പം TP പ്രശാന്ത്. നടിയെ ആക്രമിച്ച കേസിൽ തെറ്റ് ചെയ്തവരെല്ലാം കുടുങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സത്യസന്ധമായ അന്വേഷണമാണ് ഇതിൽ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കുറ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റം ചെയ്തെങ്കിൽ ആരായാലും പോലീസിന്റെ പിടിയിൽപ്പെടും. അതായത് നിയമത്തിന്റെ കരങ്ങളിൽ കുറ്റവാളികൾ
പെടുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആദ്യമേ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയതാണ്. അറസ്റ്റ് നടന്ന ഉടനെ തന്നെ സാധാരണ നിലക്ക് അതിവേഗതയിലായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും അന്വേഷണത്തിൻ്റെ വഴിയിൽ തന്നെയാണ് പോലീസ്. കുറ്റം ചെയ്തവർ എത്ര ഉന്നതരാണെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന സർക്കാർ നയത്തിന്റെ പ്രതിഫലനമാണ് നടൻ ദിലീപിന്റെ അറസ്റ്റെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആരെ പ്രതിയാക്കണമെന്നും അല്ലെന്നും തീരുമാനിക്കുന്നത് സർക്കാരോ മറ്റേതെങ്കിലും ശക്തികളോ അല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അവർ നിഷ്പക്ഷമായി അന്വേഷിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. തെളിവ് ലഭിച്ചാൽ എത്ര ഉന്നതനാണെങ്കിലും രക്ഷപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. മുൻവിധിയോടെ വിഷയത്തെ കാണുന്ന സമീപനം സർക്കാരിനില്ല. ഒരു തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദവും അന്വേഷണ സംഘത്തിന് ഉണ്ടായില്ലെന്നതാണ് ഇതിനുദാഹരണമെന്നും കോടിയേരി ഫേസ്ബുക്കിൽ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ദിലീപിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി അമ്മ ജനറൽ സെക്രട്ടറി മമ്മൂട്ടി പറഞ്ഞു. അമ്മ ജനറൽ ബോഡിക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ അമ്മ ഖേദം പ്രകടിപ്പിച്ചു. ദിലീപിനെ ഫെഫ്കയിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും പുറത്താക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. കൊച്ചിയിൽ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ മമ്മൂട്ടിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് ദിലീപിനെ താരസംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത്. ഐകകണ്ഠ്യേനയായിരുന്നു തീരുമാനമെന്നും സംഘടന ഇരയാക്കപ്പെട്ട നടിക്കൊപ്പമാണെന്നും നടൻ മമ്മൂട്ടി പറഞ്ഞു. മാധ്യമങ്ങൾക്കെതിരെ അംഗങ്ങൾ നേരത്തെ നടത്തിയ പരാമർശങ്ങളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ചിലതൊക്കെ ഒരുപക്ഷെ പലർക്കും വിഷവും വേദനയും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതൊന്നും അങ്ങനെ എതിർച്ചയാ സംഭവിച്ചു പോയതാണെന്നും അങ്ങനെ ഉണ്ടായതിൽ ഞങ്ങൾക്കുള്ള അതിയായ ഖേദം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളിലെ യുവനിരകളായ പൃഥ്വിരാജ്, ആസിഫ് അലി, രമ്യ നമ്പീശൻ എന്നിവരുടെ നിലപാടും യോഗത്തിൽ നിർണായകമായി. പ്രതീക്ഷിച്ച തീരുമാനം തന്നെയാണ് ഉണ്ടായതെന്നും സംഘടനയുടെ നേതൃമാറ്റം സംബന്ധിച്ച് അടുത്ത എക്സിക്യൂട്ടീവിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. Not at all. ഇന്നിവിടെ വന്നിട്ട് all of us thought this should be done and that's exactly what was done. നമ്മൾ ഇന്നെടുത്ത തീരുമാനത്തിന് ഇൻഫാക്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആരിൽ നിന്നും നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ട ഒരു അമ്മ അംഗത്തിൽ നിന്നും ഒരു എതിരഭിപ്രായമില്ലായിരുന്നു. സംസാരിച്ചിട്ടില്ല. ഇതൊരു ഇമ്മീഡിയറ്റ് മീറ്റിംഗ് ആയിരുന്നു. ദിലീപിനെ പുറത്താക്കിയ തീരുമാനത്തെ സ്വാഗതം ചെയ്ത രമ്യ നമ്പീശൻ സിനിമാ രംഗത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ആവർത്തിച്ചു. എനിക്ക് അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. പക്ഷേ സ്ത്രീകൾക്കെതിരെ ചൂഷണമില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു ഇൻഫർമേഷനാണ്. 2.5 മണിക്കൂർ നീണ്ട യോഗത്തിന് ശേഷമാണ് സംഘടന ദിലീപിനെ പുറത്താക്കി ആദ്യം വാർത്താക്കുറിപ്പ് ഇറക്കിയത്. പിന്നീട് നേരിട്ടെത്തി തീരുമാനം അറിയിക്കുകയായിരുന്നു. നിലവിൽ അമ്മയുടെ ട്രഷററായിരുന്നു ദിലീപ്. ശാരീരിക അസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ കഴിയുന്ന ഇന്നസെന്റ് എംപി യോഗത്തിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഫെഫ്കയിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും ദിലീപിനെ പുറത്താക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്ന് നടൻ മുകേഷ് MLA. ആക്രമണത്തിനിരയായ പെൺകുട്ടിക്കൊപ്പമാണ് താൻ തുടക്കം മുതൽ നിന്നത്. തനിക്കെതിരായ പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും മുകേഷ് വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ക്രിമിനലാണെന്നൊന്നും അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ സംഭവം നടന്ന് കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തക ഈ ഇര അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച ആ കുട്ടിയെ ഞാൻ ഫോണിൽ വിളിച്ചു. കുട്ടി ഫോണിൽ വന്നു, കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. അവസാനം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പരാതിയുണ്ടോ, ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇനി എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല ചേട്ടാ, ഈ പോലീസ് കറക്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താൻ ഇരയ്ക്കൊപ്പമാണെന്ന് ഗണേഷ് കുമാർ. ശക്തമായ നടപടിയെടുക്കാൻ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കേരള പോലീസിനെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കുറ്റവാളികൾക്കെതിരാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിയ ദിവസങ്ങൾക്കുള്ളിൽ അതാര് തന്നെയായാലും ജിഷയുടെ ഘാതകനെ പിടിക്കാൻ കഴിയും. അഭിമാനകരമായ നേട്ടം. ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ
കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഈ ഗവൺമെന്റ് കാണിച്ചില്ല. അതാര് തന്നെയായാലും കുറ്റവാളി ആരായാലും അവരുടെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുക. അമ്മയുടെ നേതൃമാറ്റത്തെക്കുറിച്ച് അടുത്ത യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് നടൻ പൃഥ്വിരാജ്. അമ്മയുടെ യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു പൃഥ്വിരാജ്. പോലീസിന് നിഗമനം ഇന്നലെയാണ് നമ്മൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെ. അതിനെ തുടർന്ന് ഇന്നൊരു യോഗം കൂടുകയും തൃപ്തികരമായ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് കുറേ വർഷമായി നിലകൊള്ളുന്ന ആളുകളാണ് അമ്മയുടെ നേതൃത്വത്തിൽ. അവരെ ഈ നേതൃത്വത്തിൽ നിന്ന് മാറുന്ന ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചർച്ച എപ്പോഴും വന്നിട്ടുണ്ടോ? അത്തരം ആഗ്രഹങ്ങളൊന്നുമില്ല. അത്തരം ചർച്ചകൾ ഇനി അടുത്ത ഔപചാരികമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരിക്കും ഉന്നയിക്കപ്പെടുന്നത്. അത് ഉന്നയിക്കപ്പെടുകയും അത്തരം ചർച്ചകളിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളെ ഒരു സംഘടനാ തലത്തിൽ ഞങ്ങളത് അറിയിക്കും. എത്രത്തോളം I can only speak for the one meeting I was part of. ഇന്ന് ഇവിടെ നടന്ന മീറ്റിംഗിൽ ഇന്ന് വിമൻ മെമ്പേഴ്സിന്റെ ഒരു എക്സ്ട്രാ പ്രഷർ എന്നോ അല്ലെങ്കിൽ സ്ത്രീ മെമ്പറുകൾ ആയതുകൊണ്ടൊരു പ്രത്യേക മുൻഗണന എടുത്തുവെന്നോ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ഇൻഫാക്ട് നമ്മൾ അവിടെ എത്തി വിത്തിൻ അബൌട്ട് 5 minutes മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസ് വർ ടേക്കൺ. അങ്ങനെ എല്ലാവരും യുനാനിമസ്ലി അഗ്രി ചെയ്തു. അതിന് അപ്പുറം സമയമെടുത്തത് ഹൗ ടു വേർഡ് ഇറ്റ്, ഹൗ ടു റിലീസ് ദ സ്റ്റേറ്റ്മെന്റ് ടു ദ പ്രസ്, എത്തരം വാക്കുകൾ എത്തരം വാക്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇത്തരം നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് രമ്യ നമ്പീശൻ. നടക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇന്നലത്തെ വാർത്ത ഞെട്ടിക്കുന്നതാണെന്നും നടിയുടെ സുഹൃത്ത് കൂടിയായ രമ്യ പ്രതികരിച്ചു. ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ 2 WCCയിലും ഒരു അംഗമാണ്, അതേപോലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗത്തിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഞാനൊരു മെമ്പറാണ്. അപ്പോൾ അന്നത്തെ അമ്മയുടെ നിലപാടിൽ എനിക്കും ഒരു പേഴ്സണലി അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ആസ് എ WCC ഞാൻ ആസ് എക്സിക്യൂട്ടീവ് മെമ്പർ ഞാൻ റെസ്പോൺസിബിളുമാണ്. WCC എനിക്ക് റേസ് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്ന് അടിയന്തരമായി വിളിച്ചപ്പോൾ ഞാൻ വരികയും ഞങ്ങളെല്ലാവരും വളരെ ഏകകണ്ഠമായി ഞങ്ങൾ പറഞ്ഞു ഈ അക്യൂസ്ഡ് ആയ വ്യക്തിയെ എക്സ്പെൽ ചെയ്യണം. ഈ WCC മെമ്പേഴ്സ് എല്ലാവരും ഈ ഒരു ഇതിൽ തൃപ്തരാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഞാൻ ഉന്നയിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഉറച്ചു പറഞ്ഞു ഞങ്ങൾക്കൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാനോ കുറേ ബഹളങ്ങൾ ഉണ്ടാക്കാനോ അതിന് വല്ലാതെ റിവോൾട്ട് ചെയ്ത് പോകാനോ എന്നതിലുപരി അതിന് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ്. എങ്ങനെ വളരെ സംയമനമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാം, സംസാരിക്കാം, ചർച്ച ചെയ്യാം. WCC ഉന്നയിച്ച കുറേ കാര്യങ്ങൾ ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ അറസ്റ്റോടെ അദ്ദേഹം നായകനായ ചിത്രങ്ങളുടെ ഭാവി തുലാസിൽ. മലയാള സിനിമാ വ്യവസായത്തിൽ വിപണി മൂല്യത്തിൽ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന നടനാണ് ദിലീപ്. ദിലീപിന്റെ അറസ്റ്റ് സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ആ രീതിയിലാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം വളരെ കൺവിൻസിംഗ് ആയിരുന്നു. അപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എൻ്റെ അറിവിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ദിലീപ് എന്താണ് കൺവിൻസിംഗ് ആയിട്ട് തന്നോട് പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ, എനിക്കറിയാവുന്ന ഒരു അദ്ദേഹമുണ്ട്. അദ്ദേഹം നമ്മളോട് എല്ലാവരും പെരുമാറിയതും അങ്ങനെയാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായ രീതിക്ക് ദിലീപിനെ പുറത്താക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുമോ? തീർച്ചയായിട്ടും. ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് AV ജോർജ്. അല്ല, അത് പറയാൻ പറ്റത്തില്ല. അന്വേഷണം തൃപ്തികരമായിട്ട് പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോലീസ് കസ്റ്റഡി വാങ്ങാൻ വേണ്ടി ഇന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നാളെ പ്രൊഡക്ഷൻ വാറണ്ട് വേറെ നാളെ കോടതി ഹാജരാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൂഢാലോചന മാത്രമല്ല ഈ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ അതിനെപ്പറ്റി അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഇല്ലില്ല, ആരും കസ്റ്റഡിയില്ല. അത് നോർമൽ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കൊടുക്കുന്നത്. അത് എത്ര ദിവസം അറിയില്ല. സാധാരണ കൊടുക്കുന്ന രീതി കൊടുത്തിട്ടുണ്ടാവും. 3 ദിവസമായിരിക്കും. അല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയുന്നുള്ളൂ എത്ര ദിവസം കൊടുക്കുന്ന. അതൊന്ന് ഞാൻ പറഞ്ഞില്ല, അന്വേഷണം നടന്ന സമയത്ത് തെളിവുകൾ ഇപ്പം പത്രക്കാരുമായിട്ടോ പബ്ലിക്കായിട്ടോ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അതിനെപ്പറ്റി ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. അല്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അന്വേഷണ ഭാഗമായിട്ട് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ആ സമയത്ത് നോക്കിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തോളൂ. ആ വഴികൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഞങ്ങൾക്ക് വഴി പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ട് വഴികളെ പറ്റി ഞങ്ങൾക്ക് അന്വേഷണത്തിലുണ്ട്. അത് അന്വേഷണത്തിന്റെ ഭാഗമൊന്നും ഇപ്പൊ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല. എത്രമാത്രം ശ്രമകരമായിരുന്നു പ്രത്യേകിച്ചും അതിലേക്ക് എത്തിക്കാനായി? ഇല്ല, നോ കമന്റ്സ്. ദിലീപിന്റെ അറസ്റ്റോടെ അദ്ദേഹം നായകനായ ചിത്രങ്ങളുടെ ഭാവി തുലാസിൽ. മലയാള സിനിമാ വ്യവസായത്തിൽ വിപണി മൂല്യത്തിൽ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന നടനാണ് ദിലീപ്. ദിലീപിന്റെ അറസ്റ്റ് സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.
ദിലീപ് അഴിക്കുള്ളിലായതോടെ കോടികളുടെ നഷ്ടമാണ് മലയാള സിനിമയ്ക്കുണ്ടാകുന്നത്. അണിയറയിലൊരുങ്ങുന്ന 4 ദിലീപ് ചിത്രങ്ങളിൽ നിന്ന് മാത്രം ഏകദേശം 100 കോടിയോളം രൂപയുടെ ബിസിനസ്സാണ് മലയാള സിനിമാ ഇൻഡസ്ട്രി പ്രതീക്ഷിച്ചിരുന്നത്. ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന രാമലീലയാണ് റിലീസ് തീരുമാനിച്ചിരിക്കുന്ന ദിലീപ് ചിത്രം. ഏകദേശം 15 കോടി മുതൽ മുടക്കിൽ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഈ മാസം 21-ന് റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ദിലീപ് അറസ്റ്റിലായതോടെ ജനവികാരം ഭയന്ന രാമലീലയുടെ റിലീസ് മാറ്റിവെക്കാനാണ് സാധ്യത. ചിത്രം കൃത്യസമയത്ത് തിയേറ്ററിലെത്തിയില്ലെങ്കിൽ ടോമിച്ചിന് മാത്രം ഏകദേശം 30 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ കണക്ക് കൂട്ടുന്നത്. പ്രീ പബ്ലിസിറ്റി അടക്കം 20 കോടിയോളം രൂപയാണ് രാമലീലയ്ക്കായി മുടക്കിയിരിക്കുന്നത്. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന കമാരസംഭവം ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത്. 13 കോടിയോളം രൂപ മുടക്കിയെടുക്കുന്ന കമാരസംഭവത്തിന്റെ ചിത്രീകരണം പകുതിയിലേറെ പൂർത്തിയായി കഴിഞ്ഞു. ചിത്രീകരണം മുടങ്ങുന്നതോടെ കോടികളുടെ നഷ്ടം ഗോകുലം മൂവീസിനുമുണ്ടാകും. തമിഴിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ സിദ്ധാർത്ഥ അടക്കം വൻ താരനിരയാണ് കമാരസംഭവത്തിൽ അണിനിരക്കുന്നത്. 3D സാങ്കേതിക വിദ്യയിൽ വൻ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഡിങ്കന്റെ ചിത്രീകരണവും പുരോഗമിക്കുന്നതിനിടെയാണ് നായകൻ ജയിലിലേക്ക് പോകുന്നത്. 20 കോടിക്കടുത്താണ് സനൽ തോട്ടം നിർമ്മിക്കുന്ന ഡിങ്കന്റെ മുതൽ മുടക്ക്. ഇതേ കേസിൽ തന്നെ സംശയനിഴലിൽ നിൽക്കുന്ന നാദൃഷയുടെ പുതിയ പ്രോജക്റ്റിലും ദിലീപ് തന്നെയായിരുന്നു നായകൻ. ദിലീപിന്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലായിരുന്നു ഈ ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്. പണം മാത്രമല്ല, ഏതാനും നവാഗത സംവിധായകരുടെ സിനിമാ സ്വപ്നങ്ങൾ കൂടിയാണ് തുലാസിലാവുന്നത്. രാമലീല നവാഗതനായ അരുൺ ഗോപിയാണ് സംവിധാനം ചെയ്യുന്നത്. കമാരസംഭവത്തിന്റെ സംവിധായകൻ രതീഷ് അമ്പാട്ടും. പ്രമുഖ ഛായാഗ്രാഹകനായ രാമചന്ദ്രബാബു ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയായിരുന്നു പ്രൊഫസർ ഡിങ്കൻ. ന്യൂസ് ഡെസ്ക്. കുറ്റവാളികൾ എത്ര ഉന്നതനായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് LDF സർക്കാരിന്റെ നയമെന്ന് ദിലീപിന്റെ അറസ്റ്റോടെ വ്യക്തമാകുന്നു. ഇക്കാര്യത്തിൽ UDF സർക്കാർ സ്വീകരിച്ച സമീപനമല്ല ഈ സർക്കാരിന്റേതെന്നും ഇതോടെ വ്യക്തമാവുകയാണ്. കുറ്റവാളികളോടുള്ള സർക്കാർ സമീപനം വ്യക്തമാക്കുന്നതാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അറസ്റ്റ്. കുറ്റം ചെയ്താൽ ഏതു വമ്പൻ സ്രാവും വലയിൽ വീഴുമെന്ന സർക്കാർ നിലപാട് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് പോലീസിന്റെ നടപടി. ഇക്കാര്യത്തിൽ UDF സർക്കാർ സ്വീകരിച്ച സമീപനമല്ല ഈ സർക്കാരിനുള്ളതെന്നും ഇതോടെ വ്യക്തമാകുന്നു. കഴിഞ്ഞ UDF സർക്കാർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെയും പീഡനക്കേസുകളെയും സമീപിച്ചത് തീർത്തും ലാഘവത്തോടെയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കുകയും രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്യുന്ന നിലപാടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റേത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമ കേസുകളിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പെരുമ്പാവൂരിലെ ജിഷ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. ജിഷയുടെ കുടുംബത്തിന് സഹായം നൽകുകയും ചെയ്തു. എന്നാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ജിഷയ്ക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു. കൊല്ലത്ത് വനിതാ ചലച്ചിത്ര താരത്തെ വേദിയിൽ അപമാനിച്ചത് കോൺഗ്രസ് MP പീതാംബരക്കുറുപ്പായിരുന്നു. നടി പരാതി നൽകിയിട്ടും കേസിൽ ഒരു നടപടിയും ഉണ്ടായില്ല. കോൺഗ്രസ് MLA ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ സോളാർ കേസിൽ ഉൾപ്പെട്ട സരിതാ നായർ ബലാത്സംഗത്തിനുൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരന്വേഷണവും ഉണ്ടായില്ല. സൂര്യനെല്ലി അടക്കമുള്ള ഒട്ടനവധി സ്ത്രീപീഡന പെൺവാണിഭ കേസുകളിലും മാറി മാറി വന്ന UDF സർക്കാർ നിലപാടുകൾ സമാനമായിരുന്നു. ജിഷയുടെ ഘാതകനെ കണ്ടെത്താനായതും ദിലീപ് അറസ്റ്റിലായതും പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന സർക്കാർ നിലപാടിന്റെ തെളിവായാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക്. പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ തന്നെ വിളിച്ചിരുന്നതായി PT തോമസ്. അറിയുന്ന കാര്യം പോലീസിനോട് പറയാനാണ് ആവശ്യപ്പെട്ടത്. പൾസർ സുനിക്ക് മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ട്. അൻവർ സാദത്ത് MLAക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നറിയില്ല. മുകേഷ്, ഇന്നസെന്റ് എന്നിവർ രാജിവെക്കണം. പോലീസ് ഇക്കാര്യത്തിൽ ഒന്നും ചോദിക്കാതിരുന്നത് അത്ഭുതകരമാണെന്നും PT തോമസ് പറഞ്ഞു. ഒരു സുപ്രധാന കാര്യം കൂടി ഞാൻ ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിദേശ ഹവാല ബന്ധമോ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിരുന്നു. ഈ കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിച്ച് ഇതിനകത്തുനിന്ന് ഒരു പ്രതി പോലും രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം.